നമസ്കാരം. നാം ഇന്ന് ഷങ്സ്റ്റർ ഷോ അഥവാ മാധുരി ലേക്ക് അരുണാചൽ പ്രദേശിൻ്റെ ഏറ്റവും മുകളിൽ തവാങ്ങിൽ നിന്ന് ഏതാണ്ട് 2 മണിക്കൂറോളം സഞ്ചരിച്ചിട്ട് വേണം ഈ മാധുരി ലേക്കിൽ എത്തിച്ചേരാൻ. നമുക്കറിയാം കൊയില സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി മാധുരി ദീക്ഷിതും അതേപോലെ തന്നെ ഷാരൂഖ് ഖാനും ഇവിടെ വന്നതിന് ശേഷമാണ്, നൃത്തരംഗം ഇവിടെ വെച്ച് ചിത്രീകരിച്ചതിന് ശേഷമാണ് ഈ ലേക്കിന് ഷങ്സ്റ്റർ ഷോ എന്നറിയപ്പെട്ടിരുന്ന ഈ ലേക്കിൻ്റെ പേര് മാധുരി ലേക്ക് എന്ന് മാറിയിരിക്കുന്നത്. 1950 വലിയൊരു ഭൂകമ്പത്തിൽ ഈ പ്രദേശം ഒന്നടങ്കം ഭൂകമ്പം ഉണ്ടാവുകയും സമീപത്തുള്ള അരുവികളുടെ ഒഴുക്ക് തടസ്സപ്പെടുകയും അങ്ങനെ പെട്ടെന്ന് രൂപം കൊണ്ട ഒരു തടാകമാണിത്. അതിമനോഹരമായ തടാകമാണ്. എത്തിച്ചേരാൻ നമ്മുടെ ചൈനീസ് അതിർത്തിയിൽ നിന്ന് വളരെ അടുത്താണ്. എത്തിച്ചേരാനുള്ള പ്രയാസം കൂടുതലാണെങ്കിലും എത്തിയാൽ അതിമനോഹരമായി, ഈ വെള്ളമൊക്കെ കണ്ടാൽ എത്ര ശുദ്ധമായ പരിശുദ്ധമായ വെള്ളമാണെന്ന് നോക്കിയാൽ ക്രിസ്റ്റൽ ക്ലിയറാണ്. എല്ലാ ഭാഗത്തും ഒരു മാലിന്യവും ഇല്ലാത്ത അതീവ ശുദ്ധമായ വെള്ളമാണ്. നല്ല തണുപ്പ്, തൊട്ടാൽ കൈ വിറയ്ക്കുന്ന മരം കോച്ചുന്ന തണുപ്പുമാണ്. വളരെ രസകരമായ ആരെയും ആകർഷിക്കുന്ന ഒരു തടാകമാണിത്. ഇവിടെ എത്തിച്ചേരുക എന്നുള്ളത് നമുക്ക് തേസ്പൂരിൽ നിന്നും, ഗുവാഹട്ടിയിൽ നിന്ന് തേസ്പൂരിൽ വന്ന് അവിടെ നിന്ന് ബൊംഡിലയിലോ ദിരാങ് വാലിയിലോ രാത്രി താമസിച്ച് എത്താം. നേരിട്ട് ബസ്സുണ്ട്. ഞാൻ വന്നത് ബസ്സിലാണ്. ഗുവാഹട്ടിയിൽ നിന്ന് ബസ് കയറി 650 രൂപയാണ് നേരിട്ട് ബൊംഡിലേക്കുള്ള ടിക്കറ്റ്. ബൊംഡിലയിൽ രാത്രി താമസിച്ച് രാവിലെ ഒരു ടാക്സിയിൽ ഒന്നിച്ച് കയറി, സ്റ്റേറ്റ് ടാക്സിയിലായിട്ട് കയറിയിട്ട് നേരെ തവാങ്ങിൽ വന്നു. അപ്പോൾ രാത്രി പെർമിറ്റ് എടുക്കണം. തലേ ദിവസം പെർമിറ്റ് എടുത്താലേ ഇങ്ങോട്ട് വരാൻ സാധിക്കുള്ളൂ. അങ്ങനെ പെർമിറ്റ് എടുത്ത് ഇൻഡിവിജ്വൽ, അതായത് 2 പെർമിറ്റ് വേണം. ഒന്ന് അരുണാചൽ പ്രദേശിലേക്കുള്ള പെർമിറ്റ് ആദ്യം എടുക്കണം. പിന്നീട് ഈ ലേക്കിലേക്ക് വരണമെങ്കിൽ, ചൈനീസ് ബോർഡറിലേക്ക് വരണമെങ്കിൽ രണ്ടാമത് വേറൊരു പെർമിറ്റ് കലക്ടറേറ്റിൽ നിന്ന് എടുക്കണം. അത് നമ്മൾ താമസിക്കുന്ന റൂമിലെ ആളുകൾ, ഹോട്ടലിലെ ജീവനക്കാരത് ചെയ്തു തരും. തലേ ദിവസം ഡീറ്റെയിൽസ് കൊടുക്കണം എന്നേ ഉള്ളൂ, ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ അത് പ്രകാരം പെർമിറ്റ് ലഭിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ പെർമിറ്റുമായിട്ട് നമുക്ക് നേരിട്ട് വരാം. ഇവിടെ വന്നപ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ചാൽ അരുണാചൽ പ്രദേശിൻ്റെ ചീഫ് സെക്രട്ടറി ശ്രീ മനീഷ് ഗുപ്ത വളരെ എളിമയുള്ളൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം വിശദമായി സംസാരിച്ചു. എങ്കിൽ ഈ യൂട്യൂബ് ചാനലിലൂടെ മലയാളികളോട് പറയാനുള്ള കാര്യങ്ങൾ കൂടെ പറയണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചപ്പോൾ ഒരു മടിയുമില്ലാതെ ശ്രീ മനീഷ് ഗുപ്ത നമ്മുടെ യൂട്യൂബിൽ മലയാളികളോട് അദ്ദേഹത്തിൻ്റെ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. നമുക്ക് സാധാരണ ഉദ്യോഗസ്ഥരിൽ നിന്ന് വ്യത്യസ്തനാണ്. വലിയ സെക്യൂരിറ്റി ഉണ്ടായിട്ട് ഒരു അഭ്യർത്ഥന. Hello, good morning. I'm Manish, Chief Secretary Arunachal Pradesh. It's great to see people from Kerala visiting this beautiful place called Arunachal Pradesh. It's scenic beauties you can see, and this Arunachal Pradesh is a very large state, and I welcome all tourists and all people from Kerala and all over India to come over here and enjoy the natural beauty of Arunachal Pradesh. And sir, people know flight connectivity and railway connectivity very difficult. Right. And now road is good, sir. Right. Road is very good. Right. And so there is a direct flight now from Calcutta to Itanagar. So it's a daily flight from Calcutta, so that one can easily use. And rail connectivity is also developing. So the government under the leadership of Honorable Prime Minister is taking great efforts in developing the connectivity, and the roads you can see are beautiful. Beautiful. They are beautiful, and one can travel very comfortably in Arunachal Pradesh. So which place will be connected by rail, sir? Nearest place? The nearest place from that will be connected, that is already connected by rail, is Itanagar. Itanagar. It is Itanagar. So there are trains from Guwahati to Itanagar, Delhi to Itanagar, Kolkata to Itanagar. So trains are there. Thank you, sir. Thank you. Thank you. അരുണാചൽ പ്രദേശിലെ ശുങ്കാർ ലേക്ക് എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. കൊയില സിനിമ ഷൂട്ട് ചെയ്ത് അതിലെ ഗാനരംഗം ഷൂട്ട് ചെയ്ത് ഷാരൂഖ് ഖാൻ്റെ സിനിമ നമുക്കറിയാം. അതിൽ മാധുരി ദീക്ഷിത് ഇവിടെ വന്ന് അഭിനയിച്ചതോടുകൂടിയാണ് ഈ ലേക്കിന് മാധുരി ലേക്ക് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. വളരെ മനോഹരമാണ്. ഇന്ന് നമ്മോടൊപ്പം ഇവിടുത്തെ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് വിവരിച്ചു തന്നു.